വർഷം കരിയറിന്റെ തുടക്കത്തിൽ 2.5 വർഷം ജോലി ചെയ്തത് ഇന്ത്യ വിഷനിലാണ്. നമ്മളെ അന്ന് സാർ പിണറായി വിജയൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി വിളിച്ചുകൊണ്ടിരുന്നത് മാധ്യമ സിൻഡിക്കേറ്റ് എന്നാണ്. CPM-നെ തകർക്കാൻ വേണ്ടി VS പക്ഷത്തിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന കുൽസിത ബുദ്ധിയുള്ള സ്ഥാപനം എന്നാണ്, ഗൂഢാലോചന നടത്തുന്ന പക്ഷം ചേർന്ന് പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്നാണ് ഇന്ത്യ വിഷനെ അന്ന് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. അല്ലെ, നമ്മളന്ന് അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയിട്ടില്ല. മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ട്. ഏറ്റവും കൂടുതൽ വിളിച്ചിരുന്നത് നമ്മളെയാണ് പറഞ്ഞതല്ലേ, ഏറ്റവും കൂടുതൽ വിളിച്ചിരുന്നത് ആ മാധ്യമപ്രവർത്തകരുടെ പേരടക്കം നമ്മുടെ സീനിയർ. ഞാൻ ചോദിക്കുന്നത് വേണ്ട, നമുക്ക് ചർച്ച ചെയ്യാം. അല്ല, ഞാൻ ചോദിക്കുന്നത് സിൻഡിക്കേറ്റ് എന്ന പ്രയോഗം പിണറായി വിജയൻ നടത്തിയിരുന്നു. ആ മാധ്യമ സിൻഡിക്കേറ്റിൽ ആര് എന്നുള്ള ചോദ്യത്തിന് പിണറായി വിജയൻ മറുപടി പറഞ്ഞിട്ടില്ല. പിണറായി വിജയന്റെ അന്നത്തെ രാഷ്ട്രീയമായ ബോധ്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ട് എന്നുള്ളതായിരുന്നു. ആ മാധ്യമ സിൻഡിക്കേറ്റിന്റെ കാര്യത്തിൽ കൂട്ടത്തിൽ ഇന്ത്യ വിഷനെ കുറിച്ച് അന്ന് CPM-ന്റെ നിലപാടെന്തായിരുന്നു? CPM-നെ തകർക്കാൻ ശ്രമിക്കുന്ന മാധ്യമ സ്ഥാപനം എന്നായിരുന്നോ? അത് ശരിയായിരുന്നോ? അല്ല, അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അന്ന് അവിടെയാണല്ലോ ജോലി ചെയ്തത്. എപ്പോഴും എവിടെയും അന്ന് റിപ്പോർട്ടിംഗിൽ ഉണ്ടായിരുന്ന ഞങ്ങൾ നേരിടേണ്ടി വന്നത് ഇപ്പൊ മനോരമയെ കുറിച്ച് ശ്രീ MV നികേഷ് കുമാർ പറയുന്ന അതേ വാചകമാണ്. നിങ്ങൾ ഒരു പക്ഷം ചേർന്ന് CPM-നെ തകർക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് മലയാള മനോരമയെ കുറിച്ച് കാലാകാലങ്ങളായി നിങ്ങളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. മലയാള മനോരമയുടെ ജോലി ചെയ്യും, CPM-ന്റെ ജോലി ചെയ്യും. അതവിടെ ഇരിക്കട്ടെ. മാത്രമല്ല, മലയാള മനോരമയുടെ എഡിറ്റോറിയൽ പൊസിഷൻ പറയാൻ മാത്രമുള്ള റോൾ എനിക്കില്ല. പിന്നെ ഒരു കാര്യം കൂടിയുള്ളത്, ഈ ഞാൻ മാധ്യമപ്രവർത്തനത്തിന്റെ തുടക്കകാലത്ത് നമുക്ക് ആശയവ്യക്തത ഇല്ലാതിരുന്ന ഒരു കാലത്ത് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൃത്യമായി ഒരു വാചകം ഞങ്ങളുടെ ഗുരുസ്ഥാനീയരായ ആളുകൾ പറഞ്ഞു തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. സർക്കാരിനെ അനുകൂലിക്കാനും സർക്കാരിന് വേണ്ടി വാർത്തകൾ എഴുതാനും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കാനും ജനങ്ങളുടെ പണം കൊടുത്ത് നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഇവിടെയുണ്ട്. അത് PR ഡിപ്പാർട്ട്മെന്റ് ആണ്. മാധ്യമങ്ങളുടെ പണി അതല്ല. അന്ന് അങ്ങനെ പറഞ്ഞു തന്ന ആൾക്കാരാണ് ഇന്ന് സ്റ്റേജിൽ എന്റെ കൂടെ ഇരിക്കുന്നത്. ഞാൻ ഇന്നും അത് മറന്നിട്ടില്ല, ഇനിയും അത് മറക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. സർക്കാരിന്റെ പ്രചാരണം നടത്തണമെങ്കിൽ സർക്കാരിന്റെ നമ്മുടെ പണം എടുത്തിട്ട് PR ഡിപ്പാർട്ട്മെന്റ് വഴി നടത്തും. മാധ്യമങ്ങളുടെ പണി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പ്രചാരകരാകുകയല്ല. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. ദേശീയ തലത്തിൽ മാധ്യമങ്ങൾ മോദി സർക്കാരിനെ അനുകൂലിച്ച് വാഴ്ത്തുപാട്ടുകളുമായിട്ട് നടക്കുമ്പോൾ ഗോദി മീഡിയ എന്ന് ആക്ഷേപിക്കുന്നവർക്ക് കേരളത്തിലെ പിണറായി സർക്കാരിനെ എന്തുകൊണ്ടാണ് കുറച്ചുകൂടി മാധ്യമങ്ങൾക്ക് പുകഴ്ത്തിക്കൂടെ എന്ന് ചോദിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ചോദിക്കുന്നവരുടെ പ്രശ്നമാണ്, കേരളത്തിലെ മാധ്യമങ്ങളുടെ